ഫൈവ് സ്റ്റാർ ഹോട്ടലുകളോട് പക. 30 വർഷത്തിനിടെ 300-ലധികം ആഡംബര ഹോട്ടലുകളെയാണ് 69 വയസ്സുകാരനായ കടൽക്കിഴവൻ പറ്റിച്ചത്. അയാളെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് പൊക്കിയത്. ഇത് വിദേശത്തൊന്നുമല്ല, നമ്മുടെ സ്വന്തം രാജ്യത്ത് തന്നെയാണ്. ആഡംബര ഹോട്ടലുകളിൽ താമസിച്ച ശേഷം സ്ഥിരമായി ബില്ല് കൊടുക്കാതെ മുങ്ങുന്ന ഈ കിഴവനെ നാടകീയമായാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് സ്വദേശിയായ വിക്സൺ ജോണാണ് പോലീസ് പിടിയിലായത്. 30 വർഷത്തിനിടെ ഏകദേശം 300-ലധികം ആഡംബര ഹോട്ടലുകളെയാണ് വിക്സൺ കബളിപ്പിച്ചത്. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കുകയും ഒടുവിൽ ബില്ലടയ്ക്കാതെ മുങ്ങുകയും ചെയ്യുന്നതാണ് ഇയാളുടെ ഒരു രീതി. വിദേശ ടൂറിസ്റ്റ് ഗൈഡ്, ഇംഗ്ലീഷ് അധ്യാപകൻ, യോഗ പരിശീലകൻ തുടങ്ങിയ വ്യാജ വിലാസങ്ങളിലാണ് രാജ്യത്തെ വിവിധ നഗരങ്ങളിലെ ആഡംബര ഹോട്ടലുകളിൽ ഇയാൾ മുറിയെടുത്തിരുന്നത്. ദിവസങ്ങളോളം താമസിച്ച് ഹോട്ടലിലെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച ശേഷം ബില്ലടയ്ക്കാതെ കടന്നുകളയും. ചില സന്ദർഭങ്ങളിൽ ഹോട്ടലിലെ വിലപിടിപ്പുള്ള സാധനങ്ങളും ഇയാൾ കൈക്കലാക്കിയിരുന്നെന്നാണ് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയത്. ഛത്തീസ്ഗഡിലെ റായ്പൂരിലുള്ള ഹൈറ്റ് ഹോട്ടലിലാണ് ഏറ്റവും ഒടുവിലായി തട്ടിപ്പ് നടത്തിയത്. 2 ദിവസം താമസിച്ച ശേഷം ഏകദേശം 63,755 രൂപയുടെ ബില്ലടയ്ക്കാതെയാണ് ഇയാൾ കടന്നു കളഞ്ഞത്. കൂടാതെ ഏകദേശം 1,42,000 രൂപ വില വരുന്ന ലാപ്ടോപ്പും മോഷ്ടിച്ചുകൊണ്ടുപോയെന്ന് ഹോട്ടൽ അധികൃതർ പോലീസിന് പരാതി നൽകി. പിന്നാലെ ആന്റി ക്രൈം ആൻഡ് സൈബർ യൂണിറ്റും പോലീസ് സംഘവും സംയുക്തമായി അന്വേഷണം ആരംഭിച്ചു. മൊബൈൽ ഫോൺ രേഖകളും മറ്റ് സാങ്കേതിക തെളിവുകളും പരിശോധിച്ചാണ് ഒഡീഷയിലെ ഭുവനേശ്വറിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ 72 മണിക്കൂറിനകം പോലീസ് പിടികൂടിയത്. ഇയാൾ ഹോട്ടലിൽ നിന്നും കൈവശപ്പെടുത്തിയ ലാപ്ടോപ്പും പോലീസ് കണ്ടെടുത്തു. 990 മുതൽ സമാന രീതിയിൽ താൻ ആഡംബര ഹോട്ടലുകളെ കബളിപ്പിക്കാറുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. 2022-ൽ തിരുവനന്തപുരത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലും ഇയാൾ ഇതേ രീതിയിൽ തട്ടിപ്പ് നടത്തിയിരുന്നു. പിന്നീട് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ഇയാൾ പിടിയിലായത്. അന്ന് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച ഇയാൾ 1980-കളിൽ ഡൽഹിയിൽ ടൂറിസ്റ്റ് ഗൈഡായി ജോലി ചെയ്തിട്ടുണ്ട്. വിനോദസഞ്ചാരികൾക്കൊപ്പം എത്തുന്നതിനാൽ പല ഹോട്ടലുകളിലും ഇയാൾക്ക് താമസ സൗകര്യം സൗജന്യമായി ലഭിച്ചിരുന്നു. ഒരു ആഡംബര ഹോട്ടലിൽ വെച്ച് ജീവനക്കാരനിൽ നിന്ന് അപമാനിക്കപ്പെട്ട സംഭവമാണ് പിന്നീട് വില കൂടിയ ഹോട്ടലുകളെ ലക്ഷ്യപ്പെടാൻ കാരണമായതെന്നാണ് ചോദ്യം ചെയ്യലിൽ ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയത്. 1996-ലാണ് ഇയാൾ ആദ്യമായി അറസ്റ്റിലാകുന്നത്. തുടർന്ന് തീഹാർ ജയിലിലടക്കമുള്ള വിവിധ ജയിലുകളിൽ ശിക്ഷ അനുഭവിച്ചു. കേരളം, തമിഴ്നാട്, ഗോവ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക എന്നീ ജയിലുകളിലായി ഏകദേശം 15 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട്. തീഹാർ ജയിലിൽ കഴിയുന്നതിനിടെ കുപ്രസിദ്ധനായ സീരിയൽ കുറ്റവാളിയായ ചാൾസ് ശോഭരാജന്റെ രീതികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതായും ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി. ചാൾസ് ശോഭരാജനെ മാതൃകയാക്കി വ്യാജ തിരിച്ചറിയൽ രേഖകളും തന്ത്രങ്ങളും ഒരുക്കാൻ തുടങ്ങി. ഇയാൾക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളുടെ വിവരം റായ്പൂർ പോലീസ് ശേഖരിച്ചു വരികയാണ്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തതായും കൂടുതൽ അന്വേഷണം തുടരുകയാണെന്നുമാണ് പോലീസ് അറിയിച്ചത്.